ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫാബുലസ് ലൈഫ്. ഒരുപാട് നാളിന് ശേഷമാണ് വീണ്ടും വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു വോയിസ് നിങ്ങൾ കേൾക്കുമ്പോൾ ഒരിക്കലും ഒരിടത്ത് ഇരുന്നുകൊണ്ട് കേൾക്കേണ്ടതില്ല. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലികൾ ചെയ്യുമ്പോൾ കേൾക്കാനുള്ള ഒരു പോഡ്കാസ്റ്റായിട്ട് കണ്ടാൽ മതി. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. 6 മാസത്തെ ലൈഫ് അപ്ഡേറ്റും പിന്നെ നിങ്ങൾ വാട്സപ്പിലൂടെ എന്നോട് ചോദിച്ച കുറേ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും ഒരുമിച്ച് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാമെന്നാണ് കരുതുന്നത്. അതിൽ ആദ്യത്തേത്, ഞാൻ എവിടെ ആയിരുന്നു, ഇത്രയും കാലം എവിടെ ആയിരുന്നു, എന്തുകൊണ്ട് ഇത്രയും വലിയ ബ്രേക്ക് എടുക്കുന്നു. കുറച്ച് പേരെങ്കിലും ചോദിച്ചിട്ടുണ്ട്, ഈ കോച്ചിങ്ങുമായിട്ട് തിരക്കായതുകൊണ്ടാണോ യൂട്യൂബിലേക്ക് വരാത്തതെന്ന്. അതുമാത്രം അല്ല, കോച്ചിങ്ങിലൂടെ അതായത് പേഴ്സണൽ കോച്ചിങ്ങും ഗ്രൂപ്പ് കോച്ചിങ്ങും ഒക്കെ ആകുമ്പോൾ തീർച്ചയായും തിരക്ക് തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് മാത്രമല്ല ഞാൻ യൂട്യൂബിൽ നിന്നും ഡിസപ്പിയർ ആയത്. എൻ്റെ ഇമോഷണൽ ലോഡ് വളരെ കൂടുതലായിരുന്നു. ഇനി കോച്ചിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇത്ര നാളുള്ളതുപോലെയല്ല. അതൊരു കോച്ചിങ് കമ്പനിയായി രജിസ്റ്റർ ചെയ്തത് മുതൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള വർക്ക് തീർച്ചയായും കൂടുതലാണ്. പിന്നെ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ഇതുവരെയുള്ള പാരൻറ്റിങ് പോലെയല്ല. കുട്ടികൾക്ക് കുറച്ച് തെറാപ്പിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ക്ലിയർ ആക്കുന്നതായിരിക്കും. പിന്നെ തീർച്ചയായും വീട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ നമുക്ക്. അതുപോലെ എൻ്റെ ഹീലിംഗ്, ഒരുപാട് കാര്യങ്ങൾ ഹീലാക്കിയെടുക്കാനുണ്ടായിരുന്നു. അതുമായിട്ട് ഞാൻ തീർച്ചയായും തിരക്കിലായിരുന്നു. പിന്നെ എൻ്റെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് സർവൈവൽ മോഡിലായിരുന്നു. ഞാൻ എന്ത് ചെയ്താലും ഒരു തളർന്ന അവസ്ഥ ഉണ്ടായിരുന്നു കുറേ നാളായിട്ട്. എല്ലാം ഓടി എനിക്ക് എത്താൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് ഞാൻ മാറി. ഇനി ഒരുപാട് എന്നെ പുഷ് ചെയ്യേണ്ട എന്നുള്ളത് തീരുമാനിച്ച് എല്ലാം മാറ്റി വെച്ചതാണ്. ഞാൻ എന്നെ ഒരുപാട് പുഷ് ചെയ്ത് എന്നെ ഇല്ലാതാക്കണ്ടെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ ആയിട്ട് തോന്നുമ്പോൾ ഇനി യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലേക്ക് തിരിച്ചു വരാമെന്ന് വിചാരിച്ച് വിട്ടതാണ്. നിങ്ങളെന്നോട് ചോദിക്കുന്ന സമയത്ത് എനിക്കൊരു മനസ്സിലൊരു വിഷമം തന്നെയാണ്, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. പക്ഷേ നല്ലതിനാണല്ലോ. ഞാൻ പൂർണ്ണമായും ഹീലാവുമ്പോൾ ഒരുപാട് പേര് എൻ്റെ കൂടെ ഹീലാവും. അപ്പോൾ ആ രീതിയിൽ അങ്ങ് വിട്ട് കളഞ്ഞതായിരുന്നു. എനിക്കെപ്പോഴും ഒരുപാട് നാളിന് ശേഷം വീഡിയോ ചെയ്യുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലൊരു തോന്നലുണ്ടാവും, ഈ വീഡിയോ ചെയ്തിട്ടെന്താ, കുറച്ച് കഴിയുമ്പോൾ ഞാൻ വീണ്ടും ഡിസപ്പിയർ ആവുമല്ലോ. ഈ ഒരു ചിന്ത എനിക്ക് കുറേ വർഷങ്ങളായിട്ടിപ്പോൾ മനസ്സിലുണ്ടാവുന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ ഈ ഒരു വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം ഒരുപാട് റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നത്. ഒരുപാട് സീസണിലൂടെ ഞാൻ കടന്നുപോയി എന്ന് പറയാം. പിന്നെ ഇത്ര കാലവും ഞാൻ കുറേ കാര്യങ്ങളിൽ മാസ്കിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കുറച്ച് ADHD ഓട്ടിസം റിലേറ്റഡ് ആയിട്ടൊക്കെ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. അത് ഷെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാം ക്ലിയർ ആക്കുന്നതായിരിക്കും. ഏകദേശം നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ ഈ ADHD ഓട്ടിസം റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഹിൻ്റൊക്കെ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. ബാക്കി യൂട്യൂബിലൂടെ അത് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ തിരിച്ച് ഞാൻ എൻ്റെ ലൈഫിലേക്ക് മെല്ലെ മെല്ലെ വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, ഈ ഒരു 6 മന്തിനുള്ളിൽ വീണ്ടും ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് മാസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇമോഷണൽ ഇൻ്റലിജൻസിൽ. അതുപോലെ പ്രൊഫഷണൽ ട്രെയിനറായിട്ടുള്ള സർട്ടിഫിക്കേഷൻ അതും കഴിഞ്ഞു. വാട്സപ്പിൽ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ എൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ്, ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വഴികൾ ഓരോന്നും അറിയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ സിസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്താത്തന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ശരിക്കും ഇത്താത്തൻ്റെ സീസൺ മനസ്സിലാവും എന്നുള്ളത്. കാരണം ഞാൻ ആക്റ്റീവായിട്ടുള്ളൊരു സമയം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് സൈലൻ്റായി. അതിൻ്റെ ഡിപ്രഷൻ കാലഘട്ടം. പിന്നെ ഇടയ്ക്ക് വീണ്ടും മെല്ലെ ആക്റ്റീവായി വന്നു. അത് കഴിഞ്ഞ് ബേൺ ഔട്ടായി, വീണ്ടും സൈലൻ്റായി, വീണ്ടും ആക്റ്റീവായി വന്നു, ബേൺ ഔട്ടായി. അപ്പോൾ ഇതിങ്ങനൊരു പാറ്റേൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ചുകൂടി ബ്യൂട്ടിഫുള്ളായിട്ട് തിരിച്ചു വരാൻ പറ്റി എന്നെനിക്ക് തോന്നുന്നുണ്ട്. അത് നിങ്ങൾക്കും അത് ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? കുറേ പേർക്ക് എൻ്റെ ആ ഒരു ജേർണി തന്നെയാണ് ഇൻസ്പിറേഷൻ ആവുന്നത്. ഞാൻ ഒരുപാട് തവണ ഫെയിലാവുന്നു. ആ ഫെയിലിയർ നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നത് വീണ്ടും വീണ്ടും ഞാൻ ട്രൈ ചെയ്യുന്നതുകൊണ്ടാണ് അല്ലേ? അത് നിങ്ങൾക്കറിയാൻ പറ്റുന്നുണ്ട്. ഞാൻ പരമാവധി ഇനി അങ്ങോട്ടേക്ക് എൻ്റെ പച്ചയായിട്ടുള്ള ലൈഫ് തന്നെ കാണിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ അത് തന്നെ അതുപോലെ ഷെയർ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഇതുവരെയും കുറേ ടിപ്സും ട്രിക്സുമാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അതിൽ എൻ്റെ ലൈഫ് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും. പക്ഷേ ആ ലൈഫിൽ പോലും
കുറേ കാര്യങ്ങൾ ഞാൻ പറയാതെ ഉണ്ടാവും. എൻ്റെ സ്ട്രഗിൾസ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ആ സ്ട്രഗിൾസ് കുറച്ചുകൂടി, അല്ലെങ്കിൽ അതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി ലൈഫ് സ്മൂത്തായിട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ കൂടി ഇനി അങ്ങോട്ടേക്ക് ഉൾപ്പെടുത്തണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ കുറച്ച് പോയിൻറ്റ്സൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. കഴിഞ്ഞ ദിവസം ഞാനൊരു Q&A അല്ലെങ്കിൽ ഫസ്റ്റായിട്ടൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത് എന്നുള്ളത് വാട്സപ്പിൽ സ്റ്റാറ്റസിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മറുപടി കൂടി ഇവിടെ ഷെയർ ചെയ്യാം കേട്ടോ. അതിൽ ഒന്നാമത്തേത്, ഇപ്പോൾ കുറേ കാര്യങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. ഇതിൻ്റെ ഒക്കെ ഇടയിലും ഞാൻ എങ്ങനെയാണ് പ്രൊഡക്റ്റീവ് ആവുന്നത് എന്നുള്ളതാണ്. ഞാൻ ബേൺ ഔട്ട് ആവുന്നുണ്ട്, വീണ്ടും പ്രൊഡക്റ്റീവ് ആവുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഫെയിൽ ആവുന്നുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ ലൈഫ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പല വിധത്തിൽ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ പ്രൊഡക്റ്റീവാണ്. അതെങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. ഈ പ്രൊഡക്റ്റിവിറ്റി എന്നുള്ളതൊന്ന് മൈൻഡ് സെറ്റാണ്. ആ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ അതിലൊന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത്, ഏത് മൊമെൻറ്റിനെയും ഞാൻ അത് ഫ്രഷ് മൊമെൻ്റായി കാണാറുണ്ട്. അതായത് ഇന്നിപ്പോൾ രാവിലെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ചെയ്യാൻ പറ്റുക, ആ ഒരു സമയത്ത് ഞാൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. അത് തന്നെയാണ് എന്നെ പ്രൊഡക്റ്റീവ് ആക്കുന്നത്. അതായത് ഇപ്പോൾ ഇന്ന് മോർണിംഗിൽ ഞാൻ കുറേ സമയം നല്ല രീതിയിലാണ് യൂസ് ചെയ്തത്. രാവിലെ എഴുന്നേറ്റത് മുതൽ രാവിലെ 4 മണിക്ക് ഉറക്കം തട്ടി ആ സമയത്ത് എഴുന്നേറ്റ് പിന്നെ കുറേ കാര്യങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്തു. പക്ഷെ പിന്നെ ഞാൻ കുറേ നേരം സ്ക്രോൾ ചെയ്തു പോയി. സ്ക്രോൾ ചെയ്തിരുന്നത് എനിക്കറിയാം ഞാൻ എന്തിനു സ്ക്രോൾ ചെയ്തു എന്നുള്ളത്. കുറച്ച് സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സംഭവങ്ങൾ മൈൻഡിലേക്ക് വന്നപ്പോൾ ഞാൻ സ്ക്രോൾ ചെയ്ത് പോയതാണ്. പക്ഷേ സ്ക്രോൾ ചെയ്തു എന്ന് വിചാരിച്ച് ഞാൻ എന്നെ കുറ്റപ്പെടുത്തി ഒരിക്കലും ഇരിക്കില്ല. ഇറ്റ്സ് ഓക്കെ, ഞാൻ സ്ക്രോൾ ചെയ്ത് പോയി, ഇറ്റ്സ് ഓക്കെ. ഞാൻ വീണ്ടും ആ സ്ക്രോളിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ ഇറ്റ്സ് ഓക്കെ, ഞാൻ എനിക്ക് പുറത്തു കൊടുക്കണം അല്ലേ, ഞാൻ എന്നെ കുറ്റപ്പെടുത്തുന്ന എന്തിനാ, തെറ്റുപറ്റി, ഇറ്റ്സ് ഓക്കെ. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പിന്നെയാണ് ഈ ഒരു കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു, വീട്ടിൽ വേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് ഇപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യാനായിട്ട് ഇരുന്നാണ്. ഇതാണ് എന്നെ പ്രൊഡക്റ്റീവ് ആക്കുന്നത്. ഞാൻ എനിക്ക് ഫൊർഗീവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഞാൻ എന്നെ കുറ്റപ്പെടുത്തുന്നില്ല. സാരമില്ല, എനിക്ക് തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഞാൻ വീണ്ടും ട്രൈ ചെയ്യും. നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും പാർട്ട്ണറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെയും ഇത് തന്നെയാണ് ആദ്യം വേണ്ടത്. ഇപ്പോൾ കുട്ടികളുടെ ഭാഗത്ത് മിസ്റ്റേക്സ് വരുമ്പോൾ അതങ്ങ് എടുത്തു പിടിക്കുന്നതിന് പകരം ഇറ്റ്സ് ഓക്കെ, ആ തെറ്റ് പറ്റി, ഇറ്റ്സ് ഓക്കെ, ഇനി നമുക്കെന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യം മതി അവരെ പ്രൊഡക്റ്റീവ് ആക്കാൻ. അല്ലെങ്കിൽ ഈ പാർട്ട്ണറുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച വന്നു, ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച വന്നാൽ അതിൻ്റെ മുകളിൽ കുത്തിപ്പിടിച്ചിരിക്കാതെ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം ഓക്കെ അത് കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ളൊരു ചിന്ത കൊടുത്താൽ എല്ലാവരും പ്രൊഡക്റ്റീവ് ആകും. അതിന് പകരം ഇപ്പോൾ മൊബൈലിൽ സ്ക്രോൾ ചെയ്തത്, ആ സ്ക്രോൾ ചെയ്തതും ചിന്തിച്ചുകൊണ്ട് അയ്യോ ഞാൻ സമയം കളഞ്ഞു, ഞാൻ എങ്ങനെ ദിവസം തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ ഞാൻ ദിവസം തുടങ്ങിയത് രാവിലെ തന്നെ നടക്കാനൊക്കെ പോയി കുറേ ഫ്രഷ് എയർ, നല്ല ഫോട്ടോസൊക്കെ എടുത്ത് അത് നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസിലൊക്കെ ഷെയർ ചെയ്ത് നിങ്ങളുടെ നല്ല മെസ്സേജൊക്കെ വായിച്ച് നന്നായിട്ട് രാവിലെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് എന്നിട്ടാണ് പോയിട്ട് ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്തത്. അതും ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വോയിസ് റെക്കോർഡ് ചെയ്യോ? ഇല്ല. അപ്പോൾ എന്തിൻ്റെ ഇടയിലും ഞാൻ പ്രൊഡക്റ്റീവ് ആവാൻ കാരണമാവുന്നത് ഈ ഒരു മൈൻഡ് സെറ്റാണ്. പുറത്തു കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ എനിക്കും അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തികൾ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആൾക്കാരുടെ മിസ്റ്റേക്സ്. ഇപ്പോൾ ഇന്ന് മോർണിംഗിൽ എനിക്ക് ദേഷ്യപ്പെടാനാണെങ്കിൽ എൻ്റെ മൂത്ത ആളുടെ അടുത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഒരിക്കൽ പോലും ആൾ കഴിക്കേണ്ട മെഡിസിൻ, ആൾക്ക് കുറച്ച് അലർജി ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ആൾ കഴിക്കേണ്ട മെഡിസിൻ ഒരിക്കൽ പോലും പറയാതെ എടുത്ത് കുടിക്കില്ല, അല്ലെങ്കിൽ അത് കഴിക്കില്ല. ഹോമിയോ ഗുളികയാണ്, പക്ഷെ അത് കഴിക്കില്ല. അപ്പോൾ ഞാനത് ആദ്യമൊക്കെ കുടിച്ചോ മരുന്ന് കഴിച്ചോ എന്നുള്ളത് ചോദിക്കുമ്പോൾ ദേഷ്യം വരും എനിക്ക്. ഇപ്പോൾ ഞാൻ ചോദിക്കാറുള്ളത് മരുന്ന് കഴിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആളൊന്ന് ചിരിച്ചുകൊണ്ടും അങ്ങ് മുങ്ങും. എന്നിട്ട് മരുന്ന് കഴിച്ചിട്ട് വന്നിട്ട് പറയും അത് കഴിച്ചല്ലോ. അപ്പോൾ ചിലത് നമ്മൾ കണ്ണടക്കാണ് ചെയ്യുന്നത്, ചിലത് ഇറ്റ്സ് ഓക്കെ, കുട്ടിയാണ്. ആൾക്ക് ADHD ഉണ്ട്. ADHD ഇപ്പോൾ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. അത് ADHD എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമായിട്ടാണ് പാരൻസ് കാണുന്നത്. തീർച്ചയായിട്ടും അതൊരു സ്ട്രഗിളാണ്. പക്ഷേ
അതിൽ ഒരുപാട് രസമുണ്ട്. നമ്മൾ കാണുകയാണെങ്കിൽ, ആഴത്തിൽ കാണുകയാണെങ്കിൽ അതിലൊരുപാട് ഫണ്ണായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മളത് പറഞ്ഞപ്പോൾ ചിരിക്കാറുമുണ്ട്. ആൾക്കെല്ലാം മറന്നു പോകും. ആൾ പോകുന്ന പോക്കിന് ഒരുപാട് കാര്യങ്ങൾ മറന്നു പോകും. അല്ലെങ്കിൽ ചെയ്യാൻ പറഞ്ഞ കാര്യമായിരിക്കില്ല അടുത്ത അരമണിക്കൂർ ചെയ്യുന്നത്. വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുമ്പോൾ ഒരു മൂന്ന് പ്രാവശ്യം ഓർമ്മിപ്പിക്കുമ്പോൾ 3 അരമണിക്കൂറിലും ആൾ അത് ചെയ്തിട്ടുണ്ടാവില്ല, വേറൊരു കാര്യമായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഇറ്റ്സ് ഓക്കെ. ഈ ഒരു ഫൊഗിവ്നെസ് ആയിരിക്കാം എന്നെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കുന്നത്. അല്ലെങ്കിൽ ഏത് മൊമെൻറ്റിലും ഫ്രഷായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം എന്നെ പ്രൊഡക്റ്റീവ് ആക്കുന്നത്. പിന്നെ ഇനി അടുത്തത്, വാട്ട് സ്മോൾ ഷിഫ്റ്റ്സ് ഹെൽപ്പ് യു ഫീൽ മോർ പീസ്ഫുൾ ഇൻ യുവർ വർക്ക്? ചെറിയൊരു ഷിഫ്റ്റ് ഞാൻ എൻ്റെ വർക്കിൽ കൊണ്ടുവന്നത് നിർത്തി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു വോയിസ് റെക്കോർഡ് പോലും എനിക്ക് ആദ്യം എന്ന് വെച്ചാൽ എന്ത് ജോലിയും അത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് കുത്തിയിരുന്ന് തീർക്കണം. അതായത് ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ എനിക്കത് പൂർത്തിയാവാതെ സമാധാനം കിട്ടില്ല. പക്ഷേ നമ്മൾ വിചാരിച്ചതിനേക്കാളും സമയം ആ ഒരു ജോലി എടുക്കും. അത് കിച്ചണിലുള്ള വർക്കാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലുള്ള വർക്കാണെങ്കിലും എന്താണെങ്കിലും നമ്മളിപ്പോൾ അരമണിക്കൂർ കൊണ്ട് തീർക്കാൻ ഉദ്ദേശിച്ച ഒരു കാര്യമായിരിക്കാം, അത് ചിലപ്പോൾ 3 മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ ഞാൻ അതിൽ തന്നെ പിടിച്ച് നിൽക്കും അത് തീരുന്നത് വരെ. അതെനിക്ക് ആങ്സൈറ്റി ഒക്കെ കൂട്ടും. ഇപ്പോൾ ആ ഒരു കാര്യത്തിലാണ് ഞാൻ ചെറിയൊരു ഷിഫ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. 25 മിനിറ്റ് ഒക്കെ കാര്യങ്ങൾ ചെയ്ത് പിന്നെ കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക എന്നുള്ളതിൽ ഞാൻ അത് കുറച്ചുകൂടി സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. 25 മിനിറ്റിന് 10 മിനിറ്റ് റെസ്റ്റ് എന്നുള്ളതിനേക്കാളും ചിലപ്പോൾ കൂടുതൽ റെസ്റ്റ് എടുക്കാറുമുണ്ട്. അങ്ങനെ ചെയ്യുന്നത് എന്നെ കൂടുതൽ പീസ്ഫുൾ ആക്കുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ. എനിക്ക് വീണ്ടും ചെയ്യാം. ഞാൻ ഒരുമിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല. എനിക്ക് വീണ്ടും ചെയ്യാം. ഞാൻ എൻ്റെ മനസ്സമാധാനം കളഞ്ഞ് അല്ലെങ്കിൽ ആരോഗ്യം നശിപ്പിച്ചുകൊണ്ട് ഒന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളത് ഞാൻ എന്നെ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ചോദ്യം, വാട്ട് ഡസൻറ്റ് വർക്ക് ഫോർ യു എനിമോർ? എനിക്ക് ഇനി വർക്ക് ചെയ്യില്ല, ഇനി ഒരിക്കലും എനിക്ക് നടക്കില്ല, പറ്റില്ല എന്നൊക്കെ തോന്നുന്നത്, മുൻപൊക്കെ ഞാൻ 12 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തത് ഇതിനു മുൻപുള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് എൻ്റെ ലൈഫിൽ ഇനി നടക്കില്ല. അതെനിക്ക് 100% ഉറപ്പായി. ഒരുപാട് മണിക്കൂർ ഇനി എനിക്ക് വർക്ക് ചെയ്യേണ്ട, അത്രയും ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു പീരീഡ് ഉണ്ടായിരിക്കും, എല്ലാം കൂടി ഓവർവെൽമിംഗ് ആയിട്ട് എന്നാൽ വേറെ വഴിയില്ലാതെ നമ്മൾ ചെയ്യുന്ന ഒരു കാലഘട്ടം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഇനി എനിക്കത് വേണ്ട. അതെന്നെ ഒരുപാട് തളർത്തിയിട്ടുണ്ട്. മെൻ്റലി ഫിസിക്കലി എന്നെ ടയേർഡാക്കിയിട്ടുണ്ട്. ഇനി അത് നടക്കില്ല. പകരം കുറച്ച് മണിക്കൂർ സമാധാനത്തിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിലേക്കാണ് ഞാൻ ഫോക്കസ് കൊടുക്കുന്നത്. ഇപ്പോൾ കൂടുതലും കോച്ചിങ് ആയതുകൊണ്ട് എനിക്കറിയില്ല ഞാൻ യൂട്യൂബിൽ ഷെയർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഞാനിപ്പോൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനർജി ബേസ്ഡ് ആയിട്ടാണ് പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് എനർജി ഉള്ള സമയത്ത് എനർജി ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക, എനർജി ഇല്ലാത്ത സമയത്ത് എനർജി ആവശ്യമില്ലാത്ത ടാസ്കുകൾ ചെയ്യുക. അതായത് ചില ടാസ്കുകൾ ചെയ്യാൻ നമുക്ക് മെൻ്റലി ഫിസിക്കലി ഒരുപാട് എനർജി വേണം, അല്ലേ? ചിലപ്പോൾ അത് പഠിക്കാനായിരിക്കാം നമുക്ക് മെൻ്റലിയും ഫിസിക്കലിയും എനർജി വേണ്ടത്. ഇപ്പോൾ വീട്ടമ്മമാർ അല്ലെങ്കിൽ ആരാണെങ്കിലും ഇപ്പോൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാ വീട്ടിലെ ജോലികളും അല്ലെങ്കിൽ ഓഫീസ് വർക്കും ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് പഠിക്കാനിരിക്കുമ്പോൾ ശരിയായ രീതിയിൽ പഠിക്കാൻ പറ്റണം എന്നില്ല. അപ്പോൾ മെൻ്റലി ഫിസിക്കലി എനർജി വേണ്ടത് പഠനത്തിനാണെങ്കിൽ എനർജി ഏറ്റവും കൂടുതൽ നിങ്ങൾക്കുള്ളത് മോർണിംഗിലാണെങ്കിൽ ആ രാവിലെ എഴുന്നേറ്റ ഉടനെ പഠനത്തിന് വേണ്ടി മാറ്റി വെക്കണം, അല്ലേ? അല്ലാതെ രാവിലെ എഴുന്നേറ്റിട്ട് ഏറ്റവും എനർജി ഡ്രെയിൻ ആക്കുന്ന കാര്യങ്ങൾ തന്നെ ആദ്യം ചെയ്താൽ ചിലപ്പോൾ അത് നിങ്ങൾക്ക് കുക്കിംഗ് ആയിരിക്കാം എനർജി ഡ്രെയിൻ ആക്കുന്നത്. എല്ലാവർക്കും എല്ലാം ഒരുപോലെയല്ല. നിങ്ങളുടെ എനർജി കൂട്ടുന്ന കാര്യം എന്താണ്, കുറക്കുന്ന കാര്യം എന്താണ് എന്നുള്ളത് നിങ്ങൾക്കറിയണം. അതിനനുസരിച്ചിട്ട് റുട്ടീൻ ഫോളോ ചെയ്താൽ നമുക്ക് നല്ല പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നിങ്ങൾക്ക് ഈവനിങ്ങിലാണ് എനർജി, പഠിക്കാനുള്ള എനർജി ഈവനിങ്ങിലാണെങ്കിൽ രാവിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് എടുത്ത് ഈവനിങ്ങിൽ പഠിക്കാനായിട്ട് വലിയൊരു ബ്ലോക്ക് മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് എന്താവും, ആ പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയും. അങ്ങനെ ഏത് വിഷയവും ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനർജി
ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ടാസ്കുകൾ അതുള്ള സമയത്ത് ചെയ്യുന്നു. എനർജി ആവശ്യമില്ലാത്ത ടാസ്കുകൾ എനർജി ഇല്ലാത്ത സമയത്ത് ചെയ്യുന്നു. പിന്നെ പ്രൊഡക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓവർ സ്കെഡ്യൂളിംഗ് നിർത്തി എന്നുള്ളതാണ്. പണ്ട് എൻ്റെ കലണ്ടറിൽ സ്പേസ് ഉണ്ടാവാറില്ല. കലണ്ടറിൽ മാത്രമല്ല, എൻ്റെ ഓരോ മണിക്കൂറും ഫുള്ളായിരിക്കും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു വലിയൊരു ടാസ്ക്, കുറച്ച് കുഞ്ഞു ടാസ്ക്, ഈ രീതിയിലാണ് എൻ്റെ ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പെട്ടെന്ന് പ്രായമായിപ്പോയതല്ല കേട്ടോ. ഇപ്പോൾ ആ ഒരു ചിന്തയിലേക്ക് വന്നു. ഞാൻ ഇങ്ങനെ ഓടിക്കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഓരോ സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തേ മതിയാവുള്ളൂ. അതിൻ്റെ കൂടെ നന്നായി പ്രാർത്ഥിക്കുക. റെസ്റ്റ് വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കേണ്ടതുണ്ട്. നമ്മുടെ ബോഡി തരുന്ന സിഗ്നൽസ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എത്രയോ പേരിപ്പോഴും ബോഡി സിഗ്നൽസ് കൊടുക്കുമ്പോഴും ഒരുപാട് ഓടുന്നവരുണ്ട്. അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ മെസ്സേജ് അയച്ച സമയത്ത് ആൾ കുറേ നാളായിട്ട് ഉറങ്ങാനൊക്കെ മെഡിസിൻ കഴിക്കുന്നുണ്ട്. കുറേ കാര്യങ്ങൾക്ക് അവർ കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആക്കി തന്നിട്ടുണ്ടായിരുന്നു, എന്തിനൊക്കെയാണ് അവർക്ക് മെഡിക്കേഷൻ ഉള്ളതെന്ന്. പക്ഷേ അവർ ഉറക്കം കുറവാണ്, ഓടിക്കൊണ്ടിരിക്കുകയാണ്, പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുന്നില്ല. ഗുളിക അവർക്ക് കഴിക്കാൻ താല്പര്യമില്ല, പക്ഷെ അത് നിർത്താൻ പറ്റുന്നില്ല. ഡോക്ടറുടെ വഴക്ക് കേൾക്കുന്നുണ്ട്. നമ്മുടെ ബോഡി സിഗ്നൽ തരുമ്പോൾ അത് കേൾക്കാൻ നമുക്ക് കഴിയണം. നമ്മളിപ്പോൾ പേഴ്സണൽ കോച്ചിങ്ങിലൂടെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്രൂപ്പ് കോച്ചിങ്ങിലൂടെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നത് അവനവൻ്റെ ബോഡി തരുന്ന സിഗ്നൽ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ അവനവൻ്റെ മനസ്സ് തരുന്ന സിഗ്നൽ മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളതിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. ഇമോഷണൽ ഇൻ്റലിജൻസിലാണ് നമ്മൾ ഇമോഷണൽ ഇൻ്റലിജൻസ് വെച്ചിട്ടാണ് ഏതൊരു കോച്ചിങ്ങും തയ്യാറാക്കുന്നത്. മറ്റൊന്ന്, കുറേ മുൻപേ വീഡിയോസിലൂടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അതെന്നെ നന്നായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പെർഫെക്ഷൻ എന്നുള്ളതിനേക്കാളും പ്രോഗ്രസ്സിന് സ്ഥാനം കൊടുക്കുക എന്നുള്ളത്. അത് എത്ര പറഞ്ഞാലും പെർഫെക്ഷൻ ലൈഫിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ എടുക്കും. എനിക്കിപ്പോഴും ക്ലിയർ ആവാൻ ബാക്കിയുള്ള ഏരിയാസ് ഉണ്ട്. ഇപ്പോഴും പെർഫെക്ഷൻ ഫോളോ ചെയ്ത് മാറ്റിവെക്കുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ചെറിയ വീഡിയോ പോസ്റ്റ് ചെയ്തത്, അതിന് തംബ്നെയിലൊന്നും ഞാൻ കൊടുത്തിട്ടില്ല, ഒരു പിക്ചർ മാത്രമാണ് അപ്ലോഡ് ചെയ്തത്. അത് പ്രോഗ്രസ്സിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. കാരണം തംബ്നെയിൽ കൊടുക്കാൻ ഞാൻ ഒരുപാട് ടൈം എടുക്കും. ഞാൻ ചിലപ്പോൾ 3 മണിക്കൂറൊക്കെ ഒരു തംബ്നെയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കും. അതുകൊണ്ട് ഞാൻ എടുത്ത ഒരു ഫോട്ടോ ജസ്റ്റ് അങ്ങ് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഞാൻ നോക്കി അതിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. എൻ്റെ തലക്കകത്ത് മാത്രമാണ് പ്രശ്നം, ഞാൻ തംബ്നെയിലൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത്. ഇറ്റ്സ് ഓക്കെ, മതി, അത്ര മതി. വാച്ച് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർ അത് വാച്ച് ചെയ്തിട്ടുണ്ട്, ഇഷ്ടമുള്ള ആൾക്കാർ അത് റീവാച്ച് ചെയ്യുന്നുണ്ട്, ആ തംബ്നെയിൽ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ പെർഫെക്ഷൻ ഞാൻ പരമാവധി മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെയും എന്നെ പ്രൊഡക്റ്റീവ് ആക്കാൻ സഹായിക്കുന്നുണ്ട്, മെല്ലെ മെല്ലെ. പിന്നെ ഒരുപാട് മോട്ടിവേഷൻ പറയുന്നത് കൊണ്ട് എല്ലാം പെർഫെക്റ്റ് ആണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഒരിക്കലും ഞാൻ പെർഫെക്റ്റ് അല്ല. എനിക്ക് ഒരുപാട് എൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. എൻ്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്തത് കൊണ്ട് തന്നെയാണ് നിങ്ങളെന്നെ ഇഷ്ടപ്പെട്ടത്. ആ പ്രശ്നങ്ങൾ ഇനി കൂടുതൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഞാൻ പറയണം, അടുത്ത വീഡിയോസിലൂടെയൊക്കെ പറയാമെന്ന് പറഞ്ഞ ഒരു കാര്യമാണ് നേരത്തെ പറഞ്ഞതൊന്ന് മോൻ്റെ ADHD ഡയഗ്നോസ് ചെയ്തത്. പിന്നെ രണ്ടാമത്തെ ആൾക്ക് ഓട്ടിസം ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓട്ടിസം ലെവൽ 1. അപ്പോൾ അറിയാലോ, സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളുടെ ന്യൂറോ ഡൈവേർജൻ്റ് ആയിട്ടുള്ള ഒരമ്മക്കുള്ള എല്ലാ പ്രശ്നങ്ങളിലൂടെയും ഞാൻ കടന്നുപോയി. അതെന്നെ ഡൗണാക്കി ഡിപ്രഷനിലേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ അതെന്നെ സ്ട്രോങ് ആക്കി വളരെ കരുത്തുള്ള ഒരാളാക്കി മാറ്റി. എല്ലാ വിധത്തിലും പറയാം, ഞാൻ മറച്ചു വെക്കേണ്ടതില്ല. എന്നെ ഒരു ഭാഗം നന്നായി തളർത്തി, പിന്നെ എൻ്റെ ചിറകങ്ങ് മുളച്ചു വന്നു എന്ന് വേണം പറയാൻ. 2 പേരുടെയും ഡയഗ്നോസും ഇതുവഴി, ഒരാളുടെ ഓട്ടിസവും മറ്റേ ആളുടെ ADHDയും, ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, എൻ്റെ ഇത്രയും നാളത്തെ സ്ട്രഗിള് അത് വെറും ഒരു സ്ട്രഗിളല്ല, ഈ 2 പേരുടെയും ബ്രെയിൻ എനിക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് മുതൽ എൻ്റെ കാര്യങ്ങൾ ഡയഗ്നോസ് ചെയ്യാനുള്ള കാര്യങ്ങളും കൂടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഇനിയും പൂർത്തിയായിട്ടില്ല. നമുക്ക് അഡൾട്ട് വിമന് ADHD അല്ലെങ്കിൽ ഓട്ടിസമൊക്കെ ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ
അല്ലെങ്കിൽ നമ്മൾ എല്ലാ വിധത്തിലും എല്ലാ വിഷയവും അരച്ച് കലക്കി കുടിച്ച് നമ്മൾ ഡോക്ടറുടെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ മുമ്പിലൊക്കെ പോയിരുന്ന് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്ന ഒരു എന്താ പറയുക ഓട്ടിസം അല്ലെങ്കിൽ ADHD എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഇന്ന പോലെയെന്നുണ്ടാവുമല്ലോ, അതിന് ഓപ്പോസിറ്റായിട്ട് നിൽക്കുമ്പോൾ അത് ഡയഗ്നോസ് ചെയ്ത് കിട്ടാൻ ബുദ്ധിമുട്ടുമാണ്. അതിൻ്റെ വിഷയങ്ങളൊക്കെ നമുക്ക് പിന്നീട് മെല്ലെ കൊണ്ടുവരാം. ഇപ്പോൾ ജോത്സ്ന അല്ലേ, നമുക്കെല്ലാവർക്കും അറിയുന്ന സിംഗർ ജോത്സ്നയുടെ ഓട്ടിസം നല്ല എന്താണ് ഒരുപാട് പേര് അത് അക്സെപ്റ്റ് ചെയ്തു. കുറേ പേര് അതിൽ കമൻറ്റിലൂടെ വളരെ മോശമായിട്ട് ഇതല്ല ഓട്ടിസം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ വായിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഫഹദ് ഫാസിൽ ADHD എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ADHD വന്നു എന്നുള്ള രീതിയിൽ കുറേ കമൻസൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ സത്യം ഇനി കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ തീർച്ചയായും ഈ ചാനലിലൂടെ ഞാൻ പറയുന്നതായിരിക്കും. കുറേ പേർക്ക് ഇപ്പോൾ ഓൾറെഡി അറിയാം. എൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് അല്ലെങ്കിൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുമ്പോൾ അതിന് റിപ്ലൈ ആയി കൊടുത്തത് സ്റ്റാറ്റസിലിട്ടിട്ടൊക്കെ കുറേ പേർക്ക് ഇപ്പോൾ ഓൾറെഡി അറിയാം അവർ ഇന്നതിൽ പെടുന്നതാണ്, അല്ലെങ്കിൽ അവർക്ക് ഇന്ന ലക്ഷണങ്ങളുണ്ടെന്നൊക്കെ കുറേ പേർക്ക് അറിയാം. ഇനി അടുത്ത ഒരു കാര്യം, എൻ്റെ ഹീലിംഗ് എൻ്റെ പാരൻറ്റിങ്ങിൽ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയ പ്രായം മുതലേ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകളിലൂടെ അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ ഒക്കെ കടന്നു വന്ന ആളാണ്. അത് ഞാൻ മുൻപുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് ട്രോമറ്റൈസിങ് ആയിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ഒരുപാട് ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ആ ഹീലിംഗ് കുട്ടികളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ പാരൻറ്റിങ്ങിൽ എങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഹീലാവുന്നതിനെയാണ് എൻ്റെ പാരൻറ്റിങ് ബെറ്ററായി വന്നത്. ഒരു സമയത്ത് ഞാൻ വളരെ മോശം പാരൻ്റായിരുന്നു. എൻ്റെ മോനെ തല്ലുന്ന പിച്ചുന്ന ഒരു ഉമ്മയായിരുന്നു ഞാൻ. എൻ്റെ കുട്ടി കരയുമ്പോൾ അതിനേക്കാളും സൗണ്ട് എടുക്കുന്ന ഒരു ഉമ്മയായിരുന്നു ഞാൻ. എൻ്റെ ഹീലിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്തത് മുതലാണ്, അതായത് 2020 എന്ന് തന്നെ പറയാം. അതിനു മുൻപ് വളരെ മോശം തന്നെ ആയിരുന്നു അവസ്ഥ. അതായത് ഞാൻ ചിന്തിക്കുന്നുണ്ട് ഇന്ന പോലെ ആവാൻ പാടില്ല എന്ന്. അത് നല്ലൊരു കാര്യമാണ്, അങ്ങനെ ചിന്തിക്കുക എന്നുള്ളത് തന്നെ വളരെ നല്ല കാര്യമാണ്. അതുപോലെ അറിയാത്ത ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ആദ്യം മുതലേ തന്നെ അത് ചിന്തിക്കുന്നുണ്ട്. കുട്ടിക്കൊരു 3 വയസ്സാവുന്നത് വരെ ഞാൻ പൊന്നുപോലെയാണ് നോക്കിയത്. പിന്നെ 3 വയസ്സ് മുതൽ ടാൻട്രം തുടങ്ങുമല്ലോ, അല്ലെങ്കിൽ അതിന് മുൻപേ ചില കുട്ടികൾ തുടങ്ങും. നല്ലൊരു 3 വയസ്സ് മുതൽ കുട്ടിയുടെ കുറുമ്പ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 5 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ്, അതായത് ആ ഒരു 2 വർഷമാണ് ഞാൻ വളരെ മോശം ഉമ്മയായിട്ട് ഉണ്ടായത്. ആ 2 വർഷം എന്ന് പറയുന്നത് എനിക്ക് മായ്ക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ശരിക്കും അങ്ങ് മായ്ച്ച് കളയുന്നൊരു കാലഘട്ടം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ കുട്ടികൾ 2 പേരും നല്ല സ്മാർട്ടാണ്, ആക്റ്റീവാണ്. ഞാൻ എല്ലാ വിധത്തിലും അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുത്ത് അല്ലെങ്കിൽ അവരുടെ ഹീലിംഗ് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഹീലിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഓരോന്നും അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് എന്നെയും എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെയും അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കുട്ടികളുടെ കുറുമ്പുകളല്ലാതായി മാറി. അതവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അവർ കാണിക്കുന്നത് അവർ ചെയ്യുന്നതൊക്കെയും അവരുടെ വളർച്ചയുടെ ഭാഗമാണ് എന്നുള്ളത്, അല്ലെങ്കിൽ അവർ കുട്ടികളായത് കൊണ്ടാണ് അവർ ഇന്ന കാര്യം ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ ഇപ്പം ഒരു സമയത്തൊക്കെ എനിക്ക് ഭയങ്കര നാണക്കേടുള്ളൊരു കാര്യമായിരുന്നു. എൻ്റെ കുട്ടികൾ വീട്ടിൽ നിന്ന് എന്തൊക്കെയോ കളിക്കും, പക്ഷേ പുറത്തുള്ള ആൾക്കാരുടെ മുമ്പിലെത്തി കഴിഞ്ഞാൽ എന്ത് ചോദിച്ചാലും ഒറ്റ വാക്കിലേ മറുപടി പറയുള്ളൂ. സുഖമാണോ? ആ സുഖമാണ്. എന്താ വിശേഷം? നല്ല വിശേഷം. അല്ലെങ്കിൽ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4th. ഇത്രയേ ഉള്ളൂ. എങ്ങനെയുണ്ട് സ്കൂളൊക്കെ? നല്ലത്. അപ്പോൾ എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു. മറ്റുള്ള കുട്ടികൾ വളരെ വിശദീകരിച്ചിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ എന്താ ഇഷ്ടമുള്ള കാര്യം, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഈ രീതിയിലാണ് എൻ്റെ കുട്ടി അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾ മറുപടി കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എനിക്ക് നാണക്കേടുള്ള കാര്യമായിരുന്നു. പക്ഷേ എൻ്റെ ഹീലിംഗ് നടക്കുന്നതിനെയാണ് ഓക്കെ, എൻ്റെ കുട്ടികൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആർക്കാണ് കുഴപ്പം, അല്ലെങ്കിൽ എനിക്കെന്താണ് പ്രശ്നം? അവരങ്ങനെയാണ്, അവർക്ക് വേണമെങ്കിൽ അവർ സംസാരിക്കും, വേണ്ടെങ്കിൽ സംസാരിക്കില്ല. ഇതിലൊന്നും ഞാൻ എൻ്റെ മോശം പാരൻറ്റിങ് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ 2 കൊടുക്കാത്തതുകൊണ്ടാണ് കുട്ടികൾ അങ്ങനെ എന്നൊന്നും ചിന്തിക്കേണ്ടതില്ല എന്നൊക്കെ ശരിക്കും എൻ്റെ ഹീലിങ്ങോട് കൂടിയിട്ടാണ് മനസ്സിലായത്, അല്ലെങ്കിൽ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. എല്ലാ വിധത്തിലും തല്ലും ബഹളും ഒക്കെ ഇല്ലാതായത് എൻ്റെ ഹീലിങ്ങോട് കൂടിയിട്ടാണ്. അതിന് പകരം തമാശകൾ, ചിരികൾ കൂടിയത്, അല്ലെങ്കിൽ കളിച്ചിരിയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ തുടങ്ങിയത് എൻ്റെ ഹീലിങ്ങോട് കൂടിയിട്ടാണ്. കുട്ടികൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അവർ വളരുന്ന ഓരോ പ്രായത്തിലും നമ്മളിൽ നിന്ന് ഒരുപാട് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്.
ആ പ്രതീക്ഷകൾ നമുക്ക് നിറവേറ്റാൻ കഴിയാതിരിക്കുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടുകയാണ് പൊതുവെ ചെയ്യുക. അതാണ് നമ്മുടെ അടുത്ത് നിന്ന് പെട്ടെന്ന് വരുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ അതല്ല, നമുക്ക് തമാശയിലൂടെ പല കാര്യങ്ങളും പറയാം. ഇതൊക്കെ എൻ്റെ ഹീലിങ്ങിലൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഒരുപാട് പഠിച്ച കാര്യങ്ങളിപ്പോൾ അൺലേൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പഠിച്ച കാര്യങ്ങൾ ഞാനിപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നതുമുണ്ട്. പ്രത്യേകിച്ചും എൻ്റെ കുട്ടികളെക്കുറിച്ച് എനിക്ക് ആദ്യം തന്നെ ഇവർ രണ്ടുപേരും അതായത് ടിപ്പിക്കൽ കിഡ്സ് അല്ലല്ലോ എന്നുള്ള ചിന്ത എനിക്ക് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. പല കാര്യങ്ങൾ കൊണ്ട് അത് ഏകദേശം 5 വയസ്സിലൊക്കെ എൻ്റെ മോന് മൂത്താൾ ഭയങ്കര കുറുമ്പ്, ഭയങ്കര അടങ്ങിയിരിക്കാത്തൊരു പ്രകൃതം ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഒരു 6 വയസ്സോട് കൂടിയിട്ടാണ് എനിക്ക് ADHDയുടെ കാര്യം ക്ലിയർ ആവുന്നത്. പക്ഷേ രണ്ടാമത്തെ മോൻ്റെ 6 വയസ്സുള്ള മോൻ്റെ ഓട്ടിസം എനിക്ക് 2.5 വയസ്സിൽ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയില്ല. എല്ലാം ഇപ്പോഴാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. പക്ഷേ പാരൻറ്റിങ്ങിൽ ഞാൻ അന്ന് മുതലേ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അതായത് അവർ ഡിഫറെൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുറേ കാര്യങ്ങളിൽ ഞാൻ മാസ്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ കുട്ടികളെ മാസ്ക് ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതായത് പുറത്തുള്ള ആൾക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാർക്ക് വേണ്ടി ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് വേണ്ടത്, അങ്ങനെയാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അവരെ സെൽഫാക്കി വിടാനുള്ള, അൺമാസ്കിങ് ചെയ്യാനുള്ള കാര്യങ്ങളിലൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെയും അൺമാസ്ക് ചെയ്യാനുള്ള, ഇത്ര കാലവും മാസ്ക് ചെയ്ത് നടന്ന എന്നെ ആ ഒരു മാസ്കിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും എൻ്റെ കാര്യത്തിലാണെങ്കിലും കൺട്രോളിനേക്കാളും കണക്ഷൻ, ഞാൻ എന്നെ കൺട്രോൾ ചെയ്യുന്നതിനേക്കാളും ഞാനുമായിട്ട് കണക്റ്റഡ് ആവുക, അല്ലെങ്കിൽ കുട്ടികളെ കൺട്രോൾ ചെയ്യുന്നതിനേക്കാളും കുട്ടികളുമായിട്ട് കണക്റ്റഡ് ആവുക. ഇനി ഹസ്ബൻഡിൻ്റെ കാര്യത്തിൽ ഹസ്ബൻഡിനോട് കുറേ കാര്യം അങ്ങനെ ഇങ്ങനെ എന്ന് പറയുന്നതിനേക്കാളും ഹസ്ബൻഡുമായിട്ട് കണക്റ്റഡ് ആവുക, ഇതിലാണ് ഫോക്കസ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇതാണിപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൺട്രോൾ കൊണ്ട് ലൈഫിൽ ഒന്നും നമുക്ക് നേടാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് ക്ലിയറായി. അത് സ്വന്തം സെൽഫിലാണെങ്കിലും പല വിധത്തിലും നമ്മൾ നമ്മളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇന്ന പോലെ ഫുഡ് കഴിക്കാൻ പാടില്ല, തടി കുറക്കണം, ഇന്ന് ഫുഡ് ഞാൻ കഴിക്കില്ല, ഷുഗർ കട്ട് ചെയ്യും. കൺട്രോളാണ് അവിടെ വെക്കുന്നത്. കൺട്രോള് വെക്കുന്നതിന് പകരം ഒന്ന് നമ്മളുമായിട്ട് കണക്റ്റ് ആവുകയാണെങ്കിൽ നിനക്ക് എന്താ വേണ്ടത് ശരിക്കും, നിനക്കെന്താ ആവശ്യം, അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ട് എന്നാണെങ്കിൽ അവിടെ നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളതിനേക്കാളും, അല്ലെങ്കിൽ നീ ഇന്ന പോലെ ചെയ്യണം എന്നുള്ള ആ ഒരു കൺട്രോൾ വെക്കുന്നതിനേക്കാളും ഒന്ന് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. ഇതൊക്കെ ശരിക്കും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു ഇതിനെ എപ്പിസോഡായിട്ട് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഒരുപാട് പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇതുവരെയുള്ളൊരു ഐനെ ആയിരിക്കില്ല നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവുക. ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ ഈ ഒരു വോയിസ് കേട്ടപ്പോൾ ഫീൽ ചെയ്തതെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യട്ടോ. എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നില്ല, ഞാൻ സംസാരിച്ച അതേ രീതിയിൽ തന്നെ അപ്ലോഡ് ചെയ്യാനാണ് കരുതുന്നത്. എഡിറ്റിങ്ങിന് ഇരുന്നാൽ പെർഫെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഞാനിത് അപ്ലോഡ് ചെയ്യില്ല. എന്തായാലും സംശയം വരുന്ന ഒരു കാര്യം കൂടി ക്ലിയർ ആക്കാം. ഈ കുട്ടികളുടെ കാര്യത്തിൽ കൺട്രോളിന് പകരം എങ്ങനെയാണ് കണക്ഷൻ കൊണ്ടുവരാമെന്നുള്ളത്. ഇപ്പോൾ കുട്ടികളോട് ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിനേക്കാളും അവരോട് അത് എന്തിനായിരുന്നു അത് ചെയ്തത്, അല്ലെങ്കിൽ എന്തായിരുന്നു അവിടെ ശരിക്കും ആവശ്യം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മാളിൽ പോയ സമയത്ത്, ഇവിടെ അവന്യൂസ് മാളിൽ, ഒമാനിലുള്ള അവന്യൂസ് മാളിൽ പോയ സമയത്ത് അവിടെ ഒരുപാട് കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കി വെച്ചതുണ്ട്. അവിടെ ആ ഒരു ഗ്ലാസിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഡു നോട്ട് ടച്ച്, തൊടാൻ പാടില്ല. അപ്പോൾ എൻ്റെ മൂത്താൾ ADHD, ഇനി അങ്ങനെ വേണം പറയാൻ, ADHDക്കാർക്ക് കുറച്ച് പ്രത്യേകതയുണ്ട്, അതുകൊണ്ട് അങ്ങനെ വേണം പറയാൻ. ADHDക്കാർക്ക് കുറച്ചൊരു എന്ത് സ്വഭാവം ഉണ്ടാവും, കുറച്ചൊരു ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സ്വഭാവം ഉണ്ടാവും. അപ്പോൾ ആൾ ഡു നോട്ട് ടച്ച് എന്ന് വായിച്ചിട്ട് വേഗം ടച്ച് ചെയ്തു, വേഗം ഒന്ന് ടച്ച് ചെയ്തിട്ട് മുഖം നോക്കി ചിരിച്ചു. അവിടെ കൺട്രോൾ ചെയ്യുമ്പോൾ എന്താവും, അതൊരു പ്രശ്നമായിട്ട് മാറും. അതിന് പകരം അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്,
അതിൻ്റെ ആവശ്യമുണ്ടോ? തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൊടാതിരിക്കലല്ലേ നല്ലത്. അപ്പോൾ പറഞ്ഞു ഡു നോട്ട് എന്ന് വെക്കാൻ പാടില്ല, മറ്റെന്തെങ്കിലും രീതിയിൽ അവിടെ എഴുതി വെക്കാമെന്ന്. അപ്പോൾ ഈ രീതിയിൽ പോസിറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ ഭാവിയിൽ ആ കാര്യം കുട്ടികൾ ചെയ്യില്ല. കുട്ടികൾ കാണിക്കുന്ന എന്ത് കുറുമ്പാണെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും അവരെ കൺട്രോൾ ചെയ്യുന്നതിന് പകരം അവരുമായിട്ടൊന്ന് കണക്റ്റഡ് ആവാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഏജിലുള്ള നമ്മളൊന്ന് ഓർത്ത് നോക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കും ആവശ്യം? എൻ്റെ 10 വയസ്സുള്ള മോന് ഒരു കാര്യം ചെയ്യുമ്പോൾ 10 വയസ്സുള്ള എനിക്കെന്തായിരിക്കും ആവശ്യം? എൻ്റെ പാരൻറ്റ് എന്നോട് എങ്ങനെ പെരുമാറണം എന്നായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്. ആ രീതിയിൽ ചിന്തിച്ചാൽ നമുക്ക് ആ ഒരു കണക്ഷൻ കിട്ടും. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയറായി എന്നറിയില്ല. നമുക്ക് അടുത്തടുത്ത വീഡിയോസിലൂടെ കൂടുതൽ സംസാരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ ആഴത്തിൽ കാര്യങ്ങളിലേക്ക് പോവാം കേട്ടോ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ കാര്യങ്ങൾ എളുപ്പമാവാൻ വേണ്ടി ഓർമ്മ വരുമ്പോൾ, ഞാൻ നിർബന്ധമായിട്ട് പറയുന്നല്ല, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. എന്തായാലും താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.